ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമുണ്ട്, റാഹത്താണ്. ഞാൻ വന്ന വീഡിയോ എന്താ പറയുക, പിന്നെ എല്ലാവിധ പ്രയാസങ്ങളിലും നല്ലൊരു പ്രയാസം, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും അതുപോലെ മക്കളെ പൈശാചികമായ ഇബ്ലീസിൻ്റെ ഷെറിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കായാലും അതുപോലെ കണ്ണേറ് പറ്റിയാൽ ബുദ്ധിമുട്ടും എല്ലാവരും എന്തൊക്കെ പ്രയാസമുണ്ട്, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്കില്ലേ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കുക, ആ ഒരു നിയത്ത് വെച്ച് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഷെറിൽ നിന്ന്, ഇബ്ലീസിൻ്റെ ഷെറിൽ നിന്ന്, അതുപോലെ കണ്ണേറിൻ്റെ ഷെറിൽ നിന്നും, അതുപോലെ അസൂയ, ഒരുപാട് പ്രയാസങ്ങളിൽ അസൂയുള്ളവരുണ്ടാവും, കണ്ണേറുള്ളവരുണ്ടാവും. നമ്മളെ മുമ്പിൽ ചിരിച്ച് കളിച്ച് നമ്മളെ കൂടെ നിൽക്കുന്നവർ തന്നെ നമുക്ക് ശത്രുക്കളായിരിക്കും, നമ്മളറിയില്ലത്. അപ്പം അത്തരം എല്ലാ ഇടങ്ങാറുകളിൽ നിന്നും, എല്ലാ ബലാലിൽ നിന്നും, എല്ലാ മുസീബത്തുകളിൽ നിന്നും നമുക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും കാവലും സംരക്ഷണം ഉണ്ടാവും ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കാനും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു 3 തവണയെങ്കിലും പതിവാക്കി അത്രയും നല്ലതാണ്. അതിന് സാധിക്കാത്തവരെന്താ ചെയ്യുക അറിയാം, എല്ലാവർക്കും ഒരുപോലെ നിസ്കാരത്തിന് ശേഷം ഇരുന്ന് ചെല്ലാൻ പറ്റിയ സമയം ഇരുന്ന് ചെല്ലാന്ന് വേണ്ട, ഒരു 10-20 സെക്കൻഡ് മതി. അപ്പം നമ്മൾ ശ്രമിക്കുക, നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ കഴിയുന്നതും ഒന്നുകിൽ സുബഹിക്ക് ശേഷം ഒരു 3-7 ഓതുക, അതേപോലെ മഗ്‌രിബിന് ശേഷം അത് മുടങ്ങാതെ ചെല്ലണം കേട്ടോ. മഗ്‌രിബിന് ശേഷം സുബഹിക്ക് ശേഷം മുടങ്ങാതെ ഒരു 7 തവണയെങ്കിലും ചെല്ലുക. അതിന് സാധിക്കത്തില്ല 3 തവണയെങ്കിലും ചെല്ലുക കേട്ടോ. ഉറപ്പായിട്ട് നമുക്കില്ല, നമ്മളെ മക്കളൊക്കെ പുറത്തു പോകുന്ന മക്കളല്ലേ, നമ്മളായാലും പല രീതിയിലുള്ള എന്താ പറയുക ഉപദ്രവം നമുക്ക് ചുറ്റും ഉണ്ടാവും അല്ലേ, എല്ലാ ഷെറിലും അല്ലാഹുവിൻ്റെ കാവലുണ്ടാവും. ഇതാണ് ആ ഒരു പിന്നെ ദുആ കേട്ടോ. അത് കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനി വഹാമത്തി മിൻ കുല്ലി ഐനില്ലാമ. കണ്ണേറിൻ്റെ കാര്യം തന്നെ ഇതിൽ എടുത്തു പറയുന്നത്, കണ്ണേറിൻ്റെ തൊട്ടും എല്ലാ വിഷജന്തുക്കളെ തൊട്ടും അതുപോലെ എല്ലാ വലാലും മുസീബത്ത് ആഫത്തൊക്കെ തൊട്ടും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം കണ്ടില്ല, എല്ലാ പിശാചുകളിൽ നിന്നും വിഷജന്തുക്കളിൽ നിന്നും ദോഷം വരുത്തുന്ന എല്ലാ കണ്ണേറുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വചനങ്ങളെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. ഇതാണ് ഇപ്പം നമ്മൾ മനസ്സറിഞ്ഞ് എന്താ പറയുക നിസ്കാരത്തിന് ശേഷം വലിയ അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ സംസ്കാരം ഷഹാദത്ത് ഓതുന്നവരാണല്ലോ, ഇതിൻ്റെ വേറെ ഇതുണ്ട് കേട്ടോ. അത് കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ മഹലക്ക്, അതും പിന്നെ നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് നമ്മൾ പതിവാക്കാൻ കേട്ടോ. ഏറ്റവും ഏകദേശം ശേഷമാണ്, അതിന് സാധിക്കാത്ത ഏതെങ്കിലും സമയത്ത് അത് പതിവാക്കണേ. അതേപോലെ ഈ ഒരു പ്രാർത്ഥന മുടങ്ങാതെ നമ്മളും ചില നമ്മളെ ഭർത്താക്കന്മാരെ കൊണ്ടാണെങ്കിലും മക്കളെ കൊണ്ടും പഠിപ്പിക്കുക കേട്ടോ. അപ്പം നമുക്ക് എല്ലാവിധ ഇടങ്ങാറിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും ഉണ്ടാകട്ടെ. അതുപോലെ പല രീതിയിലുള്ള വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ടാവില്ലേ, പിന്നെ കടം കൊണ്ടായിരിക്കും, മക്കളെ കൊണ്ടുള്ള ഉപദ്രവം കൊണ്ടായിരിക്കും, ഭർത്താക്കന്മാരുള്ള വിഷമം കൊണ്ടായിരിക്കും, പല രീതിയിലും ഭാര്യമാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭർത്താക്കന്മാരുണ്ടാവില്ലേ. അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ. അതുപോലെ തന്നെ മരിക്കുന്ന കാലം വരെ നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ, റബ്ബിൻ്റെ മുമ്പിലില്ലാതെ മറ്റ് സൃഷ്ടികൾ ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് ആർക്കും വരുത്താതിരിക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന അള്ളാഹു രോഗശമനം നൽകട്ടെ. അപ്പോൾ എല്ലാം ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും അതിൻ്റെ പ്രയാസങ്ങൾ തീർത്ത് തരട്ടെ. പിന്നെ അതേപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ ഒരു പ്രാർത്ഥന നിസ്കാരത്തിന് ശേഷം ചെല്ലുന്നതൊക്കെ ഏറ്റവും നല്ലത് കേട്ടോ. നിസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെല്ലുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് നല്ലതായി തോന്നി മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.